പിതാവിനും പുത്രനും പരിശുദ്ധ റോസായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും വന്നേക്കും തന്നെ ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ സ്വാഗതം. കുറച്ച് നാളുകളായി ക്ലാസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, ക്ഷമിക്കണം. തുടർന്ന് ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സിൽ ഇനി ധൂപക്കുറ്റിയുടെ വാഴ്വ് അവിടെ നിന്ന് മുതലാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇത് 19-ാം ഭാഗമാണ്. കർത്താവിൻ്റെ മാമോദീസായിൽ വെളിപ്പെട്ട വിശുദ്ധ തൃത്വത്തെ സ്മരിക്കുന്ന ഭാഗമാണ്. നമ്മുടെ കർത്താവിൻ്റെ മാമോദീസായിൽ വെളിപ്പെട്ട വിശുദ്ധ തൃത്വത്തെ ഓർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓർക്കുക മാത്രമല്ല, വിശുദ്ധ തൃത്വത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പട്ടക്കാരൻ തെക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ശുശ്രൂഷക്കാരൻ ധൂപക്കുറ്റി പിടിച്ചുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, പട്ടക്കാരൻ്റെ നേരെ. പട്ടക്കാരൻ ധൂപക്കുറ്റിയിൽ ഇടുന്നതിന് വേണ്ടിയിട്ട് മുന്തിരിക്ക് 3 പ്രാവശ്യം വാഴ്ത്തി ധൂപക്കുറ്റിയിലിട്ട് കൈ നെഞ്ചത്തടക്കി പിടിച്ചുകൊണ്ട് ഏനോ അബ്ദോമിയിലെ ഹാത്തോയോ എന്ന പ്രാർത്ഥന, ബലഹീനനും പാപിയുമായ ഞാൻ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, ഞാൻ ബലഹീനനാണ്, പാപിയാണ്, നീ എത്രയോ വിശുദ്ധിയുള്ളവനാണ്, നിന്റെ വിശുദ്ധിയുടെ അപാരത അത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. പ്രകാരം തന്നെ താഴ്ത്തി നിന്റെ വിശുദ്ധിയെ പ്രകീർത്തിക്കുവാൻ, ഞാൻ ഒന്നുമല്ല, ഞാൻ പാപിയാണ്, ബലഹീനനാണ്, ദാസനാണ് എന്നർത്ഥം വരുന്ന പ്രാർത്ഥന ചൊല്ലി കൈകൾ നെഞ്ചത്തടക്കി പിടിച്ചുകൊണ്ട്, പിന്നെ ഇടത് കൈ ഒരു ചങ്ങലയിൽ പിടിച്ചുകൊണ്ട്, വലത് കൈ കൊണ്ട് മുകളിലത്തെ ആ കൊളുത്തിൽ തൊട്ട് കാദീഷ് ആബോ കാദീഷോ, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആ ധൂപക്കുറ്റിമേൽ ഒരു കുരിശ് വരയ്ക്കും. അപ്പോൾ ജനം ആമീൻ എന്ന് പറയും. രണ്ടാമതായി 2 ചങ്ങല കൂട്ടിപ്പിടിച്ചുകൊണ്ട്, നടുവിലത്തെ ചങ്ങല ഉൾപ്പെടെ 2 ചങ്ങല. നമുക്കറിയാം, ധൂപക്കുറ്റിയിലെ ചങ്ങലകൾ വിശുദ്ധ തൃത്വത്തെ സൂചിപ്പിക്കുന്നു. ഒരു ചങ്ങല പിതാവാൻ ദൈവത്തെ, 2 ചങ്ങലകൾ, നടുവിലത്തെ ചങ്ങല ഉൾപ്പെടെയുള്ള 2 ചങ്ങലകൾ പുത്രനാം ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു. 3-ാമത്തെ ചങ്ങല പരിശുദ്ധ റൂഹായെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, 2 ചങ്ങലകൾ പുത്രൻ തമ്പുരാനെ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ട്? തൻ്റെ മനുഷ്യാവതാരത്തെയും അല്ലെങ്കിൽ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും സൂചിപ്പിക്കുന്നതിനാണ് 2 ചങ്ങല. അപ്പോൾ രണ്ടാമത് ഇടത് കൈ കൊണ്ട് നടുവിലത്തെ ചങ്ങല ഉൾപ്പെടെ 2 ചങ്ങലയിൽ പിടിച്ചുകൊണ്ട് ആദ്യം കൊളുത്തിലും പിന്നെ ആ വട്ടുണ്ടല്ലോ, ആ വട്ടിലും തൊട്ടുകൊണ്ടാണ് കാദീഷ് ബ്രോ കാദീഷോ എന്ന് ചൊല്ലുന്നു. പുത്രനാം പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ബ്രോ പറയുമ്പോഴാണ് വട്ടിൽ പിടിക്കേണ്ടത്. ആദ്യം കൊളുത്തിൽ പിടിക്കും, പിന്നെ ബ്രോ പറയുമ്പോൾ, കാദീഷ് പറയുമ്പോൾ അവിടെ പിടിക്കുക, ബ്രോ പറയുമ്പോൾ ആ വട്ടിൽ പിടിക്കുന്നതാണ് നല്ലത്. കാരണം ആ വട്ടിലാണല്ലോ ഈ 2 ചങ്ങല ഉൾപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് പുത്രൻ തമ്പുരാനെ സൂചിപ്പിക്കുന്നതായിട്ട് നമ്മൾ ഓർക്കുന്നു. എന്നിട്ട് ധൂപക്കുറ്റിമേലൊരു കുരിശ് വരച്ച്
ജനമാമീൻ പറയും. ഇടത് കൈ കൊണ്ട് മറ്റേ ചങ്ങലയും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, നാലാമത്തെ ചങ്ങലയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആദ്യം കൊളുത്തിലും പിന്നെ വട്ടിലും പിന്നെ ആ തട്ടിൻ്റെ താഴെയും തൊട്ടുകൊണ്ടാണ് ഖാദീസ് റൂഹോ ആയോ ഖാദീസോ പറയുന്നത്. ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹ പരിശുദ്ധനാകുന്നു. അപ്പോൾ ആദ്യം കൊളുത്തിൽ പിന്നെ വട്ടിൽ പിന്നെ തട്ടിൻ്റെ താഴെ വരുമ്പോഴാണ് റൂഹ പറയുന്നത്. ഖാദീസ് എന്ന് പറയുമ്പോൾ ആദ്യം കൊളുത്തിൽ പിന്നെ ആ വട്ടിൽ പിന്നെ ആ തട്ടിൻ്റെ താഴെയുള്ള ഭാഗത്താണ് റൂഹോ, അവിടെ റൂഹായി സൂചിപ്പിക്കും. അപ്പോൾ ചങ്ങല അതിനനുസരിച്ച് നമ്മൾ പിടിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ജീവനുള്ളവനായ പരിശുദ്ധ റൂഹ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സ്വയം അച്ഛൻ കുരിശ് വരച്ച് ശുശ്രൂഷക്കാരൻ്റെ കയ്യിൽ നിന്ന് ധൂപക്കുറ്റി വാങ്ങി പ്രാർത്ഥന മുഴുവൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 3 പ്രാവശ്യം ക്രോണോസിൽ വീശി വണങ്ങി, വടക്ക് വീശി, നിലത്ത് വീശി, തെക്കുള്ളവർ വീശി, വീണ്ടും ക്രോണോസിൻ്റെ നേരെ 3 പ്രാവശ്യം വീശി ക്രോണോസ് മുക്തി ശുശ്രൂഷക്കാരൻ്റെ കയ്യിലേക്ക് ധൂപക്കുറ്റി കൊടുക്കുന്നു. ആ പ്രാർത്ഥന അവിടെ ചൊല്ലുമ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ വിട്ടുപോയി. റൂഹോ ആയോ ഖാദീസോ പറയുമ്പോൾ അതിനുശേഷം തട്ടിൻ്റെ അടിയിൽ കൂടി കൈ കൊണ്ടുവന്ന് മറ്റേ വശത്തു കൂടി മുകളിലേക്ക് കയറ്റി 2 പ്രാവശ്യം ഇടത്തോട്ടും 1 പ്രാവശ്യം വലത്തോട്ടും ധൂപക്കുറ്റിയുടെ അടിഭാഗത്ത് ഇവിടെ ചുറ്റുന്നുണ്ട്. ഖാദീസ് റൂഹോ ആയോ ഖാദീസോ പറഞ്ഞതിന് ശേഷം കൈ തട്ടിൻ്റെ അടിയിൽ കൂടി കൊണ്ടുവന്ന് മറ്റേ വശത്തു കൂടി മുകളിലേക്ക് പൊക്കി 2 പ്രാവശ്യം ഇടത്തോട്ടും 1 പ്രാവശ്യം വലത്തോട്ടും ചുറ്റുന്നു. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അങ്ങനെ 2 പ്രാവശ്യം ഇടത്തോട്ടും 1 പ്രാവശ്യം വലത്തോട്ടുമാണ് ഈ ചുറ്റൽ. നമ്മുടെ ഹൃദയത്തിൽ കൂടി രക്തചലനത്തിൻ്റെ ഭാഗത്ത് സൂചിപ്പിക്കുന്നതാണ്. എന്നിട്ട് അച്ഛൻ സ്വയം കുരിശ് വരച്ച് ധൂപക്കുറ്റി ശുശ്രൂഷക്കാരൻ്റെ ഇത് വാങ്ങുന്നു. അപ്പോഴേ വാഴ്വ് പൂർത്തിയാവും. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രോണോസിലും വടക്കുവശത്തും പിന്നെ ജലത്തിനും തെക്ക് വശത്തും വീശി ക്രോണോസിൽ 3 പ്രാവശ്യം വീശി അവസാനിക്കും. ഒരു മേൽപ്പട്ടക്കാരനുണ്ടെങ്കിൽ അദ്ദേഹം ധൂപക്കുറ്റി വാഴ്ത്തിക്കൊള്ളൂ. അദ്ദേഹത്തിനാണ് അതിന് അധികാരം. അച്ഛൻ ധൂപക്കുറ്റി പിടിച്ചുകൊണ്ട് തെക്കോട്ട് മേൽപ്പട്ടക്കാരന് അഭിമുഖമായി നിന്ന് കൊടുക്കണം. അവസാനത്തെ ഭാഗം ചെല്ലുമ്പോൾ റൂഹോ ആയോ ഖാദീസോ പറഞ്ഞതിന് ശേഷം പട്ടക്കാരൻ പ്രാർത്ഥന ചൊല്ലി അല്പം ചൊല്ലി നിർത്തുമ്പോൾ തന്നെ ബാറഖ്മോർ പറഞ്ഞ് അച്ഛൻ ആ പ്രാർത്ഥന തുടങ്ങി കൈമുത്തി ധൂപക്കുറ്റി പട്ടക്കാരൻ തിരുമേനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തുടർന്നുള്ള വീശൽ പട്ടക്കാരൻ നടത്തിക്കൊള്ളും. ധൂപക്കുറ്റി വാഴ്ത്തുന്നത് നമ്മെ തന്നെ വാഴ്ത്തുന്നതിന് തുല്യമാണ്. ധൂപക്കുറ്റി മാത്രമല്ല, നമ്മെയും വാഴ്ത്തുകയാണ്. ഒരു കണക്കിന് നമ്മെയും വിശുദ്ധനാക്കുന്ന ഒരു കർമ്മമാണ്. എന്തുകൊണ്ടാണ്? ഇനി വിശുദ്ധിയുടെ വലിയ ആ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഈ ഒരുക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ. അങ്ങനെ വേണം നമ്മൾ കണക്കാക്കാൻ. ധൂപക്കുറ്റി വാഴ്ത്തുന്നതിന് നമ്മെ തന്നെ വാഴ്ത്തുന്നതിന് തുല്യമാണ്. റൂഹ പാപിയായ എൻ്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു എന്നാണ് അച്ഛൻ അവസാനം പ്രാർത്ഥിക്കുന്നത്. ചിലർ സുറിയാനിയിൽ ചൊല്ലും, നല്ല അച്ഛന്മാർ മലയാളത്തിൽ ചൊല്ലും. അവസാന ഭാഗത്തിനെയാണ് റൂഹ പാപിയായ എൻ്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രോണോസ് മുക്തി അവസാനിപ്പിക്കുന്നത്.
കരി പോലെയുള്ള നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നതിനുള്ള ഒരു അപേക്ഷയാണിത്. നമ്മുടെ ഹൃദയം കരി പോലെ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ ഹൃദയത്തെ ജ്വലിപ്പിക്കുക, പരിശുദ്ധ റൂഹാവെന്ന് അത് ജ്വലിപ്പിക്കുന്നു. കരി പോലെ പാപമാകുന്ന നമ്മുടെ ഹൃദയത്തെ അഗ്നിയാകുന്ന പരിശുദ്ധ റൂഹായി ഇറങ്ങി വന്ന് ജ്വലിപ്പിക്കുകയാണത്. ആ ജ്വലിക്കുന്നുള്ള അപേക്ഷയാണിത്. അതിലിടുന്ന കുന്തിരിക്കം സുഗന്ധധൂപമാകുന്നത് പോലെ നമ്മിൽ നിന്ന് ഉയരുന്ന അപേക്ഷയും സ്തുതികളും സമർപ്പണവും ദൈവം മുമ്പാകെ സുഗന്ധധൂപം പോലെ സ്വീകാര്യമായിരിക്കണം. ആ ധൂപക്കുറ്റിയിലിടുന്ന കുന്തിരിക്കം സുഗന്ധധൂപമാകുന്ന പോലെ നമ്മുടെ അപേക്ഷയും പ്രാർത്ഥനയും സ്തുതിപ്പുകളും സമർപ്പണവും ഒക്കെ ദൈവത്തിന് മുമ്പാകെ സുഗന്ധധൂപം പോലെ ഉയർന്ന് അത് ദൈവത്തിന് സ്വീകാര്യ ബലിയായി തീരണം. ചുരുക്കത്തിൽ പാപം നിറഞ്ഞ നമ്മുടെ ഹൃദയത്തെ അഗ്നിയാകുന്ന വിശുദ്ധ റൂഹ് ആവസിച്ച് ജ്വലിപ്പിച്ച് ആ സുഗന്ധധൂപം ഉയരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്തുതിയും സമർപ്പണവും സുഗന്ധധൂപം പോലെ ഉയർന്ന് ദൈവത്തിന് മുമ്പാകെ സ്വീകാര്യ ബലിയായി തീരണം. ദൈവത്തിന് അത് ഇഷ്ടപ്പെടണം, ദൈവത്തിന് സ്വീകാര്യമാകണം. അത് ദൈവം മുമ്പാകെ അത് സാധുവാകണം. അങ്ങനെയുള്ള ഒരർത്ഥം കൂടി അതിനകത്തുണ്ട് എന്നുള്ളത് നാം സ്മരിക്കും. ദൈവം മനുഷ്യനായി എങ്കിലും ധൂപകലശം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ പുത്രനാം ദൈവം തൃത്വത്തിൽ നിന്ന് അകലാതെ അന്യോന്യ ശക്തിയിൽ തന്നെ പാർക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. ദൈവം മനുഷ്യനായിട്ട്, പുത്രതമ്പുരാൻ മനുഷ്യനായിട്ട് അവതരിച്ചു. ആത്മാവായി പിതാവിൻ്റെ കൂടെ തന്നെയായിരുന്നു അവൻ. കൂടെ തന്നെയാണെന്ന് പറയുമ്പോൾ പിതാവ് സംസാരിക്കുന്നതാണ്, ഉച്ചരിക്കുന്നതാണ് പുത്രൻ. മനസ്സ് പിതാവാണെങ്കിൽ ആ മനസ്സിൽ വരുന്ന കാര്യം വായിൽ കൂടി വെളിവാക്കപ്പെടുന്നു, പുറത്താക്കപ്പെടുന്നു, ഉച്ചരിക്കപ്പെടുന്നു. അതാണ് വചനം, വാക്ക്. പിതാവാം ദൈവത്തിൻ്റെ മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ വരുന്നത്, പിതാവ് മനസ്സാന്ന് വിചാരിക്കാം. ആ മനസ്സിൽ വരുന്ന ഒരു കാര്യം വായിൽ കൂടി പുറത്ത് പറയുന്നു, ഉച്ചരിക്കപ്പെടുന്നു, വെളിവാക്കപ്പെടുന്നു. ആ ഉച്ചരിക്കപ്പെടുന്ന വചനമാണ് പുത്രൻ. അങ്ങനെയാണ് നാം അത് മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ പിതാവ് ചെയ്യുന്നത് ഞാനും ചെയ്യുന്നു, എൻ്റെ പിതാവ് പറയുന്നു ഞാനും പറയുന്നു. പിതാവിൻ്റെ മനസ്സിൽ എപ്പോൾ ഒരു കാര്യം വരുന്നുവോ ആ കാര്യം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് പറഞ്ഞതുപോലെയായി. ഞാൻ ഇതിനു മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. വേറെ ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്തവർക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ ഉദാഹരണം പറയുന്നത് തന്നെയാണ്. ഞാൻ നാളെ പള്ളിയിൽ പോകുമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. അത് വാഗൊണ്ട് പറഞ്ഞതുപോലെയായി. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് പറഞ്ഞ് എഴുതപ്പെട്ടതുപോലെയായി. വാഗൊണ്ട് പറയുമ്പോഴും ആ പറയുന്ന കാര്യം മനസ്സിലുണ്ട് എന്ന് പറയുന്ന പോലെ പുത്രതമ്പുരാൻ മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നെങ്കിലും അവനെപ്പോഴും പിതാവിൻ്റെ കൂടെ തന്നെയുണ്ട്. അവനിവിടെയും അവിടെയുമുണ്ട്. ഏതുപോലെ മനസ്സിലൊരു കാര്യം തോന്നി നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒന്ന് മനസ്സിലുള്ളതുപോലെയും പറഞ്ഞതുപോലെയും ഒരുപോലെയാണ് അവൻ. നാളെ പള്ളിയിൽ പോകുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ മതി. അത് പുറത്ത് ശബ്ദമുണ്ടാക്കി പറഞ്ഞില്ലെങ്കിലും പറഞ്ഞതുപോലെയായി. നമ്മൾ പറഞ്ഞു പോകും, അത് മൗനമായിട്ട് പറഞ്ഞു പോവുകയാണ്. ആ പറയുമ്പോഴും ആ വിചാരം മനസ്സിലുമുണ്ട്, വചനമായി അത് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ പുത്രൻ എപ്പോഴും പിതാവിൻ്റെ കൂടെയുണ്ട്. കാരണം പിതാവ് പറയുന്നതൊക്കെ പുത്രനിൽ കൂടിയാണ്. പുത്രനിൽ കൂടെ പിതാവ് പറയുന്നു പുറത്തു വരുന്നതാണ് പുത്രൻ, വചനം, വേട്. അപ്പോൾ കർത്താവ് മനുഷ്യനായിട്ട് അവതരിച്ചെങ്കിലും പിതാവിനോടുകൂടെ സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ചങ്ങലകളാൽ ധൂപകലശം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ പുത്രനാം ദൈവം തൃത്വത്തിൽ നിന്ന് അകലാതെ അന്യോന്യ ശക്തിയിൽ തന്നെ പാർക്കുന്നു എന്നതിന് കാണിക്കും. ചുരുക്കത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ പുത്രൻ മനുഷ്യാവതാരം ചെയ്തെങ്കിലും
പുത്രൻ പിതാവിൻ്റെ കൂടെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കും. അല്ലാണ്ട് പുത്രൻ അവിടുന്ന് ആത്മാവ് ജഡമായി തീർന്നു എന്ന് വിചാരിച്ച് പുത്രൻ അവിടെ നിന്ന് പോകുന്നു എന്ന് ധരിക്കരുത്. പുത്രൻ പിതാവിൻ്റെ കൂടെ തന്നെയുണ്ട്. എന്തെന്നാൽ പിതാവിൻ്റെ വചനമാണ് പുത്രൻ. പുത്രൻ അങ്ങനെ ഒറ്റയ്ക്ക് പോരാൻ പറ്റില്ല, അവിടെ ഇട്ടേച്ച് പോരാൻ പറ്റില്ല. അത് നമ്മൾ പഠിക്കേണ്ട വലിയൊരു തത്വമാണെന്ന് ഓർക്കുകയുള്ളൂ. അതാണ് ഇൻകാർണേഷൻ, അവതാരത്തിൻ്റെ. അതൊരു രഹസ്യമാണ്. അത് നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നോ ശക്തി കൊണ്ടൊന്നും മനസ്സിലാവില്ല. പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ് പുത്രൻ. ഇപ്പോൾ പുത്രൻ എപ്പോഴും പിതാവിൻ്റെ കൂടെയുണ്ട്. പിതാവ് സംസാരിക്കുന്നത് പുത്രനിൽ കൂടിയാണ്. ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ആ ഉണ്ടാകട്ടെ എന്ന വാക്കാണ് പുത്രൻ. അപ്പോൾ അങ്ങനെയാണത് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഭാഗം കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ ഉപരിയായി അവൻ്റെ മാമോദീസായെ കുറിക്കുകയാണ്. കർത്താവിൻ്റെ മാമോദീസായെയാണ് ഈ ധൂപക്കുറ്റി വാഴ്വിലൂടെ നാം ഓർക്കുന്നത്. മത്തായി 3:13-17 വരെ ഉള്ളത് കർത്താവിൻ്റെ മാമോദീസ. യോർദ്ദാൻ നദിയിൽ അച്ഛൻ എന്തുകൊണ്ടാണ് തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്? വിശുദ്ധ കുർബാന ആദ്യമേ അർപ്പിച്ച ആ സഹ്യോൻ മാളികയുടെ തെക്ക് വശത്താണ് യോർദ്ദാൻ നദി. അപ്പോൾ കർത്താവ് മാമോദീസ മുങ്ങിയ ആ നദിയെ നോക്കിക്കൊണ്ട് ധൂപക്കുറ്റി വാഴ്വിൻ്റെ ശുശ്രൂഷ, അതായത് മാമോദീസായെ സ്മരിക്കുന്ന ശുശ്രൂഷ നടത്തുന്നു എന്ന് നാം മനസ്സിലാക്കണം. യോർദ്ദാൻ നദിയിൽ യേശുക്രിസ്തു നിൽക്കുന്നു. അവൻ അഭിമുഖമായി നമ്മുടെ ശിരസ്കനായി കർത്താവ് യോഹന്നാൻ മബ്ദാനയുടെ മുമ്പിൽ നിൽക്കുകയാണ്. യോഹന്നാൻ മബ്ദാനിക്ക് അഭിമുഖമായി, തമ്മിൽ അഭിമുഖമായി രണ്ടുപേര് നിൽക്കുന്നു. അവിടെ വിശുദ്ധ തൃത്വം വെളിപ്പെടുകയാണ്. നമുക്കറിയാം, പിതാവിൻ്റെ ശബ്ദം, ഇതാ എൻ്റെ പ്രിയപുത്രൻ. വിശുദ്ധ റൂഹ പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് കർത്താവിൻ്റെ തലയിൽ ആവസിക്കുന്നു. ചുറ്റും വട്ടം കറക്കുന്നതായിട്ട് നമ്മളങ്ങനെ സ്മരിക്കും. പുത്രനാം ദൈവം അവിടെയുണ്ട്. അപ്പോൾ ആ വിശുദ്ധ തൃത്വം ശരിക്കും വെളിപ്പെട്ട ഒരു വലിയ സന്ദർഭമാണതെന്ന് കരുതിക്കൊള്ളണം. ഇത് ധ്യാനിച്ച് നാം വിശുദ്ധ തൃത്വത്തിന് സ്തുതി അർപ്പിക്കുകയാണ്. നമ്മൾ ഓരോന്നും ആമീൻ പറയുമ്പോൾ, അച്ഛൻ ഓരോ ശങ്കരകൾ വാഴ്ത്തുമ്പോഴും നാം ആമീൻ പറയുന്നു. പിതാവിനെ പറ്റി ധ്യാനിക്കുന്നു, പുത്രനെ പറ്റി ധ്യാനിക്കുന്നു, പരിശുദ്ധ റൂഹായെ പറ്റി ധ്യാനിക്കുന്നു. കർത്താവിൻ്റെ മാമോദീസ സമയത്ത് വിശുദ്ധ തൃത്വം വെളിപ്പെടുത്തുന്നതിനെ ധ്യാനിച്ച് കുരിശ് വരയ്ക്കണ്ട, നമ്മൾ നെഞ്ചിൽ കൈവച്ച് ആ വാഴ്വ് നാമം സ്വീകരിക്കുന്നു എന്ന് മനസ്സിൽ ധ്യാനിച്ചാൽ മതി. പട്ടക്കാരൻ ധൂപക്കുറ്റിയിൽ സ്പർശിക്കുന്നതിലൂടെ സഭ മുഴുവനായും ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇതിനു മുമ്പുള്ള ശുദ്ധീകരണങ്ങൾ പലതും കഴിഞ്ഞു. പാപപരിഹാര പ്രാർത്ഥന, പിന്നെ ശുദ്ധീകരണ പ്രാർത്ഥന, ഇതെല്ലാം കഴിഞ്ഞ് പ്രമേയൻ സദറ, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അവസാനത്തെ ശുദ്ധീകരണം കൂടിയാണത്. പിന്നെ ധൂപക്കുറ്റി വീശുന്ന ശുദ്ധീകരണമാണ് വിശ്വസൂഷക്കാരൻ. എത്ര ശുദ്ധീകരണം കഴിഞ്ഞാണ് മദ്ബഹായിലെ ദർഗായിലേക്ക് അച്ഛൻ കയറി വിശുദ്ധ ബലി ആരംഭിക്കുന്നതെന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ധൂപക്കുറ്റിയിൽ പട്ടക്കാരൻ തൊടുന്നതിലൂടെ സഭ മുഴുവനായും ശുദ്ധീകരിക്കപ്പെടുകയാണ്. നാം സ്വയം നെഞ്ചിൽ സ്പർശിച്ച് താനും ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് വിശ്വസിച്ച് ആമീൻ എന്ന് പറയണം. ധൂപക്കുറ്റി വാഴ്ത്തുന്ന പോലെ തന്നെ പട്ടക്കാരൻ നമ്മെയും വാഴ്ത്തുകയാണ്. ഞാനും ശുദ്ധീകരിക്കപ്പെടുകയാണ് എന്നോർത്ത് ഓരോന്നിനും ആമീൻ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തി ആ ശുദ്ധീകരണം നമ്മൾ സ്വീകരിക്കുകയാണ്. കുരിശ് വരയ്ക്കേണ്ട. അപ്പോൾ ധൂപക്കുറ്റി വാഴ്ത്തുമ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കും.
ആ വിശുദ്ധ തൃത്വത്തെ വാഴ്ത്തുന്നു എന്നതുകൊണ്ടാണ് പലരും കുരിശ് വരയ്ക്കുന്നത്. പക്ഷെ അവിടെ അതിൻ്റെ ആവശ്യമില്ല. നെഞ്ചിൽ കൈവച്ച് നാം ആ തൃത്വത്തിൻ്റെ വിശുദ്ധിയെ പരിശുദ്ധിയെ അംഗീകരിക്കുമ്പോൾ നാമും വാഴ്ത്തപ്പെടുന്നു, ധൂപകുറ്റി പോലെ നാമും വാഴ്ത്തപ്പെടുന്നു എന്ന് ധരിച്ച് തലവണയിൽ നിന്നാൽ മതി. കുരിശ് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. മനുഷ്യാവതാരവും രക്ഷാപ്രവർത്തനവും സകലർക്കും വേണ്ടി എന്നത് കാണിക്കാനാണ് പട്ടക്കാരൻ തുടർന്ന് ധൂപം വീശുന്നതെന്നും വ്യാഖ്യാനമുണ്ട്. കർത്താവിൻ്റെ മനുഷ്യാവതാരവും രക്ഷാകര പ്രവർത്തനമൊക്കെ സകലർക്കും വേണ്ടിയാണ്. ആ ധൂപക്കുറ്റി ശുശ്രൂഷക്കാരനായി നിന്ന് വാങ്ങി പട്ടക്കാരന് ധൂപക്കുറ്റി വീശുന്നത് കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് തൻ്റെ രക്ഷാകര പ്രവർത്തനം എല്ലാം ആദാമ്യവർഗം മുതൽ ഇതിനൊന്ന് മരിച്ചുപോയവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും വേണ്ടി കൂടിയാണ് ആ ധൂപം വീശുന്നത്. എല്ലാവരും ശുദ്ധീകരിക്കുക. എന്തുകൊണ്ടാണ്? വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പള്ളിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇതിനുമുമ്പ് മരിച്ചവർക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഇനി ജനിക്കാനിരിക്കുന്ന തലമുറയ്ക്കും വേണ്ടി കൂടിയാണ് യേശുദ ബലി അർപ്പിക്കപ്പെടുന്നത് എന്നോർത്തുകൊണ്ട് ആ ധൂപം വീശൽ അതിനെയും സ്മരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർത്തുകൊള്ളാം. പ്രിയമുള്ളവരെ, ഇന്ന് ധൂപക്കുറ്റിയുടെ വാഴ്വിൻ്റെ ഇതിൽ ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സഭ വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമെന്ന് നമുക്കറിയാം. നാളെ, അതായത് തിങ്കളാഴ്ച, കോതമംഗലം ചെറിയ പള്ളിയുടെ കേസെടുക്കുന്ന ദിവസമാണ്. 10-ാം തീയതി നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സമവായ ചർച്ച മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ഓർത്തഡോക്സ് സഭയും ആ ആലോചനാ യോഗത്തിൽ പങ്കുകൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഏകദേശം 3 പേർ വീതമാണ് 2 ഭാഗത്തു നിന്നും ആ ആലോചനയിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ആ സമവായ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കോതമംഗലം പള്ളിയുടെ വിധിക്ക് വേണ്ടിയിട്ടും മുഖ്യമന്ത്രിയുടെ സംരംഭം വിജയത്തിലെത്താൻ വേണ്ടിയിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്രയും പെയിനെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രാർത്ഥനയിലൂടെ ആ സംരംഭം വിജയപ്രദമായി തീരുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം എനിക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.